മനു ഡാൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ പോലെ തന്നെ ഈ വീഡിയോയിലും ഒരു ബിഗിനർ അറിഞ്ഞിരിക്കേണ്ട ബേസിക് സ്റ്റെപ്സുകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോ ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ ദയവായി ആ വീഡിയോയും കാണുക. ആ വീഡിയോയുടെ ലിങ്കുകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ ഷെയർ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് ലഭിക്കണമെങ്കിൽ ആ ബെൽ ബട്ടൺ കൂടെ അമർത്തുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമതായി നമ്മൾ നോക്കുന്നത് ഹാൻഡ് വേവ്സ് ആണ്. ആദ്യം കൈ ഇങ്ങനെ പിടിച്ചതിന് ശേഷം 1 2 3 4 5 6 7 8 9 10. ഇത് തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടും ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. ഇത് ഈ കൈയിൽ നിന്ന് ഈ കൈയിലേക്കും ഈ കൈയിൽ നിന്ന് ഈ കൈയിലേക്കും പരമാവധി പ്രാക്ടീസ് ചെയ്യുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു വേഗത്തിൽ ചെയ്യുക. നിങ്ങൾക്ക് അത് എത്ര ക്യാച്ച് ചെയ്യാൻ പറ്റി, അത് എത്ര പഠിക്കാൻ പറ്റി, അതിനുശേഷം നിങ്ങൾ അത് ഫാസ്റ്റായി ചെയ്ത് പഠിക്കുക. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം അത് ഇതുപോലെയാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഇനി മറ്റൊന്ന് നോക്കാൻ പോകുന്നത് ബോഡി വേവ്സ് ആണ്. അതെങ്ങനെ ചെയ്യാമെന്ന് ശ്രദ്ധിക്കാം. മുകളിലേക്ക് എടുക്കുക 1. അതിനുശേഷം നിങ്ങളുടെ ചെസ്റ്റ് ഫ്രണ്ടിലേക്ക് പുഷ് ചെയ്യുക. അതേസമയം തന്നെ നിങ്ങളുടെ തല നേരെ കൊണ്ടിരിക്കുക. അതായത് 1 2 3. പിന്നെ സ്റ്റൊമക്ക് ഉള്ളിലേക്ക് വലിക്കുക. ജസ്റ്റ് ഒന്ന് സിറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ സിറ്റ്, എഴുന്നേറ്റ് ഉള്ളിലേക്ക് കൊണ്ടുപോയ സ്റ്റൊമക്ക് പുറത്തേക്ക് പുഷ് ചെയ്തു ചെസ്റ്റും 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. അപ്പൊ ഇതും നന്നായിട്ട് തന്നെ പഠിക്കുക. മറ്റൊന്ന് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ബേസിക് സ്റ്റെപ്സുകളിൽ ഒന്നാണ് ഫുഡ് വർക്ക്. അതിൽ തന്നെ ഹീൽ ആൻഡ് ടോയ് വേരിയേഷൻസ് നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കണം. അതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പഠിക്കുവാൻ വേണ്ടി നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. അതിപ്രകാരമാണ് വീഡിയോ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ആദ്യം നമ്മുടെ കാലിന്റെ ടോ ടേൺ ചെയ്യുക. ഈ കാലിനെ ടേൺ ചെയ്യുക. ഇനി ഹീൽ ടേൺ ചെയ്യുക. ഇവിടെ ടേൺ ചെയ്യുക. ഇത് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം രണ്ട് കാൽ ഒരുമിച്ച് ടോ ടേൺ ചെയ്യുക. അതുപോലെ ടേൺ ചെയ്യുക. മാക്സിമം ഇതും നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ കുറച്ചൊന്ന് ജമ്പ് ചെയ്ത് ചെയ്യുക. പിന്നീട് കാലുകൾ ഇങ്ങനെ വെക്കുക. എന്നിട്ട് പതുക്കെ ഇതിന്റെ ടോ തിരിക്കുമ്പോൾ ഇതിന്റെ ഹീൽ തിരിക്കുക. അതുപോലെ ഈ ഭാഗത്തേക്കും ചെയ്യുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദ്യം ഈ ഭാഗത്തേക്ക് തിരിക്കുന്നു, പിന്നെ ഈ ഭാഗത്തേക്ക്.
ഓക്കെ. രണ്ടാമത് ഇതിന്റെ തന്നെ ഒരു വേരിയന്റ് ആണ്. ഇതിപ്പോ 1 2 1 2 1 2 കൗണ്ടിലാണെങ്കിൽ ഇനി ചെയ്യാൻ പോകുന്നത് 3 കൗണ്ടിലാണ്. അതായത് എങ്ങനെ വരുന്നത് നോക്കാം. 1 2 3 1 2 3 1 2 3 1 2 3. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ശ്രദ്ധിക്കുക. ഹീല് തിരിക്കുന്നു, സെയിം ടൈം ടോയ്. 1 2 3 1 2 3. ഓക്കെ. ഇനി ഇതൊരു 4 കൗണ്ടിലാണ്. അതായത് 1 2 3 4 1 2 3 4 1 2 3 4. ഈ കാലിന്റെ ഹീല് തിരിയുന്നതിനോട് കൂടെ ഈ കാലിന്റെ ടോയ് തിരിയുന്നു, ഈ കാലിന്റെ ഹീല് തിരിയുന്നു, ഈ കാലിന്റെ ടോയ് തിരിയുന്നു, ക്ലോസ് ചെയ്യുന്നു, ടച്ച് ചെയ്യുന്നു. ഇതും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് ഇതുപോലെ തന്നെ ഹീൽ ആൻഡ് ടോയ് വേരിയേഷൻ ആണ്. അത് കിക്ക് ചെയ്ത് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ആദ്യം ഈ കാല് കിക്ക് ചെയ്യുക, ഈ കാല് പുറകിലേക്ക് കൊണ്ടുപോവുക. ശ്രദ്ധിക്കുക. ഇവിടെ ഹീലാണ്, ഇവിടെ ടോയ് ആണ്. ജസ്റ്റ് അതൊന്ന് ടേൺ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇങ്ങോട്ട് കിക്ക് ചെയ്യുക, ടേൺ ചെയ്യുക. ഇതും ശ്രദ്ധിച്ച് പഠിച്ചു വെക്കുക. ഇനി മറ്റൊന്ന് വരുന്നത് ജംപ് ചെയ്ത ഹീലും ടോയും എങ്ങനെ ടേൺ ചെയ്യിപ്പിക്കാമെന്നാണ്. അതും ശ്രദ്ധിക്കുക. നോക്കാം. ജംപ് ചെയ്യുന്നു, ഹീലിലേക്ക്, ടോയിലേക്ക് മാറുന്നു, ടേൺ ചെയ്യിക്കുന്നു, ടച്ച് ചെയ്യിക്കുന്നു. ജംപ് ചെയ്യുന്ന ഹീലിലേക്ക്, ടോയിലേക്ക് മാറുന്നു, ടേൺ ചെയ്യിക്കുന്നു, ടച്ച് ചെയ്യിക്കുന്നു. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ജംപ് ചെയ്യുന്ന ഹീലിലേക്ക്, ടോയിലേക്ക് മാറുന്നു, ടേൺ ചെയ്യിക്കുന്നു, ടച്ച് ചെയ്യിക്കുന്നു. 1 2 3 4 1 2 3 4 1 2 3 4. ഇതുമാണ്. ഇതും നിങ്ങൾ വളരെ നന്നായി പഠിക്കുക. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. മറ്റൊരു വീഡിയോയുമായി മല്ലു ഡാൻസർ വീണ്ടും എത്തും. വീണ്ടും കാണാൻ വരെ ബൈ.